എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമോദ്യാനമാണ്. നമ്മുടെ വീട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കും ഉള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഈ ഞായറാഴ്ച, ശനിയാഴ്ച അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ പിള്ളേർ പറയുവാണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. ഇവിടെ തന്നെ ചെറിയൊരു ചായക്കട പോലെ ഉണ്ട് കേട്ടോ. കുടുംബശ്രീക്കാർ നടത്തുന്നതാണെന്ന് തോന്നുന്നു. ഈ ഇലയപ്പം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, കഞ്ഞി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ടോയ്ലറ്റ് അങ്ങനത്തെ സൗകര്യങ്ങളും കൂടെ ഉണ്ട്. ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ പിന്നെ പിള്ളേർക്കുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാൽ, പിന്നെന്തോ ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ളൊരു സാധനം, അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതേപോലത്തെ ഇരുന്നിട്ട് ആടുന്ന സാധനങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മിക്കയിടത്തും വച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ കൂടെ പോകുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇതിൽ കയറാനുള്ള താല്പര്യമുള്ള ആൾക്കാരും ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ പാർക്കുകളായിരുന്നാലും കുറച്ച് വലിയ പാർക്കുകളൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമ്മുടെ മറ്റേ ഓപ്പൺ ജിം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വച്ചേക്കണത്. നമുക്ക് കളിക്കാനുള്ള സാധനങ്ങളിൽ, അതായത് ഈ പിള്ളേർ കയറുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിലൊക്കെ എനിക്കും കയറണമെന്ന് നല്ല ആഗ്രഹമാണ്. ആരും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഞാൻ ഇതിലെല്ലാം വലിഞ്ഞ് കയറും. പക്ഷെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് 12 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷെ നമുക്കും ആഗ്രഹങ്ങളില്ലേ ഇതേപോലത്തെ സാധനങ്ങളിലൊക്കെ കയറാൻ. പണ്ടൊന്നും ഞങ്ങളൊന്നും ഇതിലൊന്നും അങ്ങനെയൊന്നും കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ കാണുമ്പോഴത്തേക്ക് നമുക്കും ആഗ്രഹമുണ്ട്. ഇത്തിരി മുതിർന്ന ആൾക്കാർക്കായിരുന്നാലും ചിലപ്പോൾ വയസ്സായ ആൾക്കാർക്കും ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ കയറാനുള്ള ഒരു താല്പര്യം കാണാം. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളും കൂടെ ഉണ്ടാക്കി ഇട്ടിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്കും കയറായിരുന്നു. പിള്ളേരിരുന്ന് കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. എന്നാലും ഞാൻ കയറും കേട്ടോ ഈ സാധനങ്ങളിലൊക്കെ. അതായത് എനിക്ക് കയറാൻ പറ്റുന്ന സാധനങ്ങളിലൊക്കെ ഞാൻ കയറാറുണ്ട്. എനിക്കങ്ങനെ മടിയും കാര്യങ്ങളൊന്നുമില്ല. എനിക്കിതിലൊക്കെ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കയറാൻ പറ്റുന്ന പിള്ളേർ കളിക്കുന്ന സാധനങ്ങളിലൊക്കെ ഞാൻ വലിഞ്ഞ് കയറാറുണ്ട്. ഈ സ്ലൈഡ് ചെയ്യണ ഇതിലൊക്കെ ഞാൻ ഇതിലൊന്നും കയറിയിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ കുടുങ്ങിയിരിക്കും. ഞാൻ സ്മൂത്തായിട്ടൊക്കെ താഴെ വരില്ല, മണ്ണുള്ളത് കൊണ്ട്. അപ്പോൾ അതിനൊക്കെ കണക്കാക്കി നമ്മുടെ അതായത് അമ്മമാർക്കും അല്ലെങ്കിൽ കൂടെ വരുന്ന ആർക്ക് വേണേലും കയറാൻ കണക്കിനുള്ള സാധനങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാക്കി ഇട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കൊന്ന് ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് വേണ്ടിയിട്ടുള്ള പാർക്കുകളൊക്കെ തുടങ്ങിയെടുക്കാം. ഓപ്പൺ ജിമ്മല്ല, പാർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അയ്യോ, അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ എന്നിട്ട് നമുക്ക് നടക്കാം കേട്ടോ. ഈ നടക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിള്ളേരെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ദൂരത്തിലിങ്ങനെ കൈവീശി നടക്കാൻ പറ്റും കേട്ടോ. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഈ സാധനങ്ങളിലൊക്കെ ഒന്ന് കയറണം, അതാണ് എൻ്റെ ഒരു ആവശ്യം. അപ്പോൾ ഇതിലൊക്കെ കയറാൻ താല്പര്യമുള്ള, എന്നാൽ കയറാൻ പറ്റാതെ ഇങ്ങനെ പിള്ളേർ കളിക്കുന്നത് നോക്കിയിരിക്കാൻ മാത്രം പറ്റുന്ന കുറേ ആൾക്കാർ കാണും കേട്ടോ. അവരെയൊക്കെ കൂടെ ഒന്ന് പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരിത്. അങ്ങനെ തോന്നണില്ലേ നിങ്ങൾക്കും? അപ്പോൾ പിന്നെ കുറേ നേരം നടന്നിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടാണ് വന്നത് കേട്ടോ. ചായ കുടിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പിള്ളേർ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ കുറേ നേരം ഈ ചായ കുടിച്ചതിൻ്റെ കൂടെ കഴിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് നമ്മൾ നേരെ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറേ നേരം നമ്മളവിടെ ഇരുന്ന് കുറേ നേരം സംസാരിക്കുകയും പിള്ളേർ കളിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങ് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഈ സാധനത്തിലാണെങ്കിൽ ഞാൻ കുറേ നേരമൊക്കെ ഇരുന്ന് നോക്കി കേട്ടോ. പക്ഷേ നമ്മൾ ആരെങ്കിലും ആട്ടി വിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ആടും. പക്ഷെ നമ്മൾ കയറി ഇരുന്ന് ആടുമ്പോഴത്തേക്ക് അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല. അതൊക്കെ ട്രൈ ചെയ്ത് ഇനി നല്ലോണം അതിൻ്റെ ഒരു എക്സ്പീരിയൻസായി എടുക്കണം. അപ്പോൾ എന്തായിരുന്നാലും മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ എന്തിലെല്ലാം കയറിയെന്ന് കാണിച്ചിരുന്നു. ഈ സാധനത്തിൽ കയറി, അങ്ങനത്തെ പല സാധനങ്ങളിലും ഞാൻ കയറാറുണ്ട്. നല്ല രസമാണ്. പിള്ളേരിരുന്ന് ആടണ കാണുമ്പോൾ നമുക്കും കൊതി തോന്നും ആടാൻ വേണ്ടിയിട്ട്. ഊഞ്ഞാലിലൊന്നും നമ്മൾ കൊള്ളൂല കേട്ടോ. ഞാൻ കൊള്ളൂല. അതിൻ്റെ സീറ്റിൽ എനിക്കിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കപ്പാസിറ്റിയുടെ പ്രശ്നമൊന്നും ഇല്ലാത്തതിലെല്ലാം ഞാൻ വലിഞ്ഞ് കയറാറുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. തിരിച്ച് പോരാൻ നേരത്താണ് അവിടെ ഒരു മീൻ കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിറച്ച് മാക്രിക്കുഞ്ഞുങ്ങളായിരുന്നു.
വാൽമാക്രികൾ അതൊക്കെ കണ്ടും കൊണ്ട് നേരെ അങ്ങ് വീട്ടിൽ പോന്നു കേട്ടോ.